ഉണ്ടായതുണ്ടായി. ദയവ് ചെയ്ത് എന്റെ അനിയത്തിയുടെ ജീവിതം നീ തകർക്കരുത് പ്ലീസ്. നിനക്കറിയോ അവളെ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഒന്ന് പോടി. നിന്റെ അനിയത്തിയുടെ സ്നേഹം ആർക്ക് വേണം? അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ആർക്ക് വേണം? രണ്ടിനെയും ഇരു ചെവി അറിയാതെ ഞാൻ കൊന്നുകളയും. എടേ, അവളുടെ പേരിലേക്ക് സ്വത്ത് മാറ്റി എഴുതിയപ്പോഴാ ഞാൻ കളിയൊന്ന് മാറ്റി കളിച്ചത്. ആദ്യം ഗർഭിണിയാക്കി അവളെ വഴി തള്ളാനായിരുന്നു എന്റെ തീരുമാനം. അപ്പോഴാ എന്റെ അച്ഛനും നീയും ലതയും ചേർന്ന് കുടുക്കി സ്വത്ത് തിരിച്ചെടുത്തത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവളെ അങ്ങ് കൂടെ കൂട്ടാമെന്ന് തീരുമാനിച്ചു. അവളെ മയക്കി ഒക്കെ ഞാൻ സ്വന്തമാക്കും. എന്നിട്ട് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചോ, ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചോ, ആക്സിഡന്റോ, അങ്ങനെ ഒത്തിരി മാർഗങ്ങൾ വേറെ ഉണ്ടല്ലോ. ഏതേലും വിധത്തിൽ നിന്റെ കാർത്തോനെ ഞാൻ സൈലന്റായി കൊന്ന് അതൊരാത്മഹത്യയാക്കാനായിരുന്നു എന്റെ പ്ലാൻ. Got it. വിഷ്ണു, സീൻ ഓക്കെ അല്ലേ? റീടേക്ക് വല്ലതും വേണ്ടി വരുമോ? ഒന്നും വേണ്ട ഇടത്തേമ്മ, എല്ലാം ഭംഗിയായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്ത് പുറലോകത്ത് എത്തിക്കേണ്ട താമസം. ഇവന്റെ ഭാവി ഗോവിന്ദ. എടത്തമ്മേ, ഇനി ആ ഡോക്യുമെന്റ്സ് കൂടി അവനെ കാണിച്ചേക്കേ. ഒരു കഥ ചൊല്ലട്ടുമാ? ഇനി എന്തു തീരുമാനിക്കും? നിന്റെയും നിന്റെ അച്ഛന്റെയും ജീവിതം. ഇനി ഞാൻ പറയുന്നത് പോലെ നീ ആടണം. ആടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ദേ ആ വീഡിയോ മതി നിന്നെ അകത്താക്കാൻ. അപ്പോ ഞാൻ എന്റെ അനിയത്തെ നിന്നെ ഏൽപ്പിക്കുക. അവളെ പൊന്നുപോലെ നോക്കിക്കോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാനങ്ങ് കൂട്ടും. വാടാ. ശരി എന്നാ. ഇങ്ങനെ മണ്ണ് നോക്കി നടന്നാലേ എവിടെയെങ്കിലൊക്കെ തട്ടി വീഴും. സോറി, ഞാൻ ഈ ബില്ല് ചെക്ക് ചെയ്ത് വന്നപ്പോ
അവിടെ നിക്കടേ. നിന്നെ പരിചയപ്പെടാൻ കൂടിയാ ഞാൻ ഇവിടെ വന്നത്. കയ്യെന്ന് വിട. ഓ സോറി. പരിചയമില്ലാത്ത പെണ്ണിന്റെ കൈ പിടിക്കുന്നതേ ക്രിമിനൽ ഒഫൻസ് ആണല്ലോ. ഞാനതങ്ങ് മറന്നു. നീ സൈറയല്ലേ? സൈറ ഇസ്മയിൽ ഹാജി. അങ്ങ് കാസർഗോഡുള്ള ഇസ്മയിലൊക്കെയാണ് മോള്. അതെ. ആ, ഈ തേടിയ വെള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെയാ നീ ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് പെട്ടത്. അതേതായാലും നന്നായി. ആട്ടെ, ദേവനിപ്പോ എങ്ങനെയുണ്ട്? രക്ഷപ്പെട്ടോ? അല്ല, നിങ്ങളാരാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. നിങ്ങളെങ്ങനെയാ എന്നെ എന്റെ ഉപ്പയൊക്കെ അറിയുന്നത്? ഓ, പിന്നെയും സോറി. ഞാനെന്തൊരു മണ്ടന. സ്വയം പരിചയപ്പെടുത്താതെ ഒരാളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞ. മോളെ, എന്റെ പേര് ത്രിവിക്രമൻ എന്നാണ്. ഇവിടെ എല്ലാരും മാളിയേക്കൽ വിക്രമൻ എന്നൊക്കെ വിളിക്കും. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞ, നിന്റെ കാമുകനുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരുന്ന മഹിതയുടെ അമ്മാവൻ. ഇപ്പൊ പുരിഞ്ചിതാ? എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ സൈറക്കുട്ടി? എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് പോ. എനിക്കൊന്നും കേക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഒരടി നീ മുന്നോട്ട് വെക്കില്ല. എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. നീ ആള് കൊള്ളാലോടി മലബാറി. എടി പീറ പെണ്ണ്, ഇത് വിക്രമന്റെ തട്ടവാ. ഇവിടെ കിടന്ന് നീ തൊണ്ട കാറിയാലും മണ്ണി കിടന്ന് ഉരുണ്ടാലും കുരച്ചാലും ഒറ്റൊരുത്തം പോലും തിരിഞ്ഞു നോക്കില്ല. അത്ര ഒരു ഇമേജും കൂടി ഉണ്ട് ഈ വിക്രമന്. പക്ഷേ നിന്നെ കണ്ട ആരും പറയില്ല കേട്ടോ, മുഴു ഭ്രാന്തിയാണ്. പക്ഷെ സത്യം അതാണല്ലോ. അതേ, കളപ്പുരക്കിൽ ശിവന്റെ ഭാര്യയായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട. അങ്ങനെ വല്ല ഉദ്ദേശവും നിനക്കുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കോണം. ഇല്ലെങ്കിലേ കൊന്ന് കായലി തള്ളും. എടേ, നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ കളപ്പുരക്കിൽ ശിവന്റെ ഭാര്യ ആവേണ്ടിയിരുന്നത് ഈ വിക്രമന്റെ അനന്തരവളായിരുന്നു. എന്റെ കൊച്ചിന്റെ അവസരം തട്ടിക്കളഞ്ഞത് നീയാ. ഇപ്പോഴും നിനക്ക് സമയം വൈകിട്ടില്ല. ഏത് ഭ്രാന്താശുപത്രിയിൽ നിന്നാണോ നീ വന്നത്, വീണ്ടും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോവാം. വന്നിടത്തേക്ക് പോവാനേ എനിക്കിനി മനസ്സില്ല. വിക്രമ, ഗൗരി ഇവിടെ ഉണ്ടായിരുന്നോ? How are you, man? ഞാനേ കളപ്പുരക്കിലെ പുതിയ അന്തേവാസി ഒന്ന് പരിചയപ്പെടായിരുന്നു. അതെനിക്ക് മനസ്സിലായി വിക്രമ. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതോടൊക്കെ അവസാനിക്കട്ടെ എന്നാ. എന്റെ ആഗ്രഹം അതൊക്കെ തന്നെയായിരുന്നു ഗൗരി. അതുകൊണ്ടാണല്ലോ നമ്മൾ ബന്ധുക്കളാവാൻ ശ്രമിച്ചത്. ഒക്കെ തകർത്തത് ഞാനല്ലല്ലോ, നിന്റെ അനിയനും കൂട്ടരും അല്ലേ. അല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അതിന് പരിഹാരം എന്നോണം മഹിതയെ ഞാൻ സ്വീകരിച്ചില്ലേ. കയറി വന്നപ്പോ ഞാൻ ഇറക്കി വിട്ടില്ലല്ലോ. അത് നിന്റെ തന്ത്രം. ഈ പാവത്തിനെ മയക്കെടുക്കാൻ നിനക്ക് കഴിഞ്ഞു. ഞാൻ ആരെ മയക്കെടുത്തു എന്നാ വിക്രമൻ പറയുന്നത്? മഹിതയോ? ജയിലിൽ നിന്ന് ഇവിടെ ഇറങ്ങിയതേ നല്ലൊരു മനസ്സുമായിട്ടാ. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. അല്ല, നേരത്തെ നീ പറഞ്ഞല്ലോ കളപ്പുരക്കിലേക്ക് വന്നപ്പോ മഹിതയെ നീ സ്വീകരിച്ചത്. എങ്ങനെ സ്വീകരിച്ചെന്നാ നീ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. എന്റെ മകളായിട്ട്. അങ്ങനെ ആയിരുന്നില്ലല്ലോ ഗൗരി നമ്മൾ തമ്മിലുള്ള ധാരണ. അനിയന്റെ ഭാര്യയായിട്ടല്ലായിരുന്നോ നീ ഇവിടെ സ്വീകരിക്കേണ്ടിയിരുന്നത്? സാഹചര്യങ്ങൾ എന്നെ അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മകളായി കണ്ടു. അത് ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? മഹിതയുടെ സമ്മതമേ ഈ കാര്യത്തിൽ എനിക്ക് വേണ്ടു. എന്ന് വച്ചാ എന്റെ കൊച്ച് നിന്റെ വീട്ടില് ദേവദാസിയായിട്ട് വാഴണോന്ന് അല്ലേ? നിർത്തട നിന്റെ ഗുണം കെട്ട വർത്തമാനം. അന്തസ്സില്ലാത്തൊരു വാക്ക് പോലെ ഇനി നിന്റെ വായിന്ന് വീഴാൻ പാടില്ല. നീ കളപ്പുരക്കിലാരെ കുറിച്ച് എന്താ വിചാരിച്ചേ? അവിടുത്തെ ആണുങ്ങളൊക്കെ നിന്നെ പോലെ അതപ്പതിച്ചവരാണെന്നോ?
വിക്രമ, ഈ പണിയൊക്കെ ദേ നോക്കി രേവതി എടുത്ത് എന്നോട് വേണ്ട. അതെ, എന്റെ പേരിൽ മാമൻ അത്ര കണ്ട് വേദനിക്കണ്ട. അപ്പൊ നീയും മലക്കം മറിഞ്ഞു അല്ലേ? മലക്കം മറിഞ്ഞതല്ല, മര്യാദ പഠിച്ചതാ. എന്റെ അമ്മയ്ക്കും മാമനും വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെയാ, തെരുവ് ഗുണ്ടകളെ. എന്തായാലും ആ പണിക്കിനി മൈദയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാമന്റെ വഴിക്ക് പോ. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ നിനക്ക് ഈ കിട്ടിയതൊന്നും പോരാ അല്ലേ? ശരി, ബാക്കി കൂടി വാങ്ങിച്ചിട്ട് നീ അങ്ങ് വാ. അന്ന് നമുക്ക് കാണാം. കളപ്പുരക്കിലേക്ക് റീത്തുമായിട്ട് വരാനിരുന്നത് ഇപ്പൊ ഫ്രൂട്ട്സുമായിട്ട് വരേണ്ടി വന്നു. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ. വിക്രമ, സൈലൻസ് പ്ലീസ്. ഇതൊരു ഹോസ്പിറ്റലാ. എടാ മോനെ, ഇതൊരു സാമ്പിളാ കേട്ടോ. ചെവിയിലും നുള്ളിക്കോ. ചേച്ചിയമ്മ, മാമന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോറി. ഏയ്, അതൊന്നും വേണ്ട മോളെ. വിക്രമൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞു, അതേ ദേഷ്യത്തിൽ ഞാനും പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി നീ സോറി ഒന്നും പറയണ്ട. വാ, നമുക്ക് പോവാം. അല്ല, വിക്രമൻ കല്ലൂരിൽ പോണുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്തു പ്രശ്നം? ഇവള് മാളിയേക്കിൽ ചെല്ലാത്തതിന് ദേഷ്യപ്പെട്ടതാ അല്ലേ മോളെ? അതെ. വാ, നമുക്ക് പോണ്ടേ? എടാ, ബാക്കിലെ വീൽ ചെയർ ഉണ്ട്, ഇങ്ങോട്ട് എടുത്തോ. മോനെ, ചേച്ചിയമ്മ, ഞാൻ പോയി ദേവേട്ടന്റെ റൂം ഒന്ന് ശരിയാക്കിയിടാം. ശരി മോളെ. ഇതും കൂടി അങ്ങ് വെച്ചോ, മെഡിസിനാ. ഒരു ബാഗ് ഞാൻ എടുക്കാം ചേച്ചി. ആ വേണ്ട മഹി, എടാ സൂക്ഷിച്ച് മുറി നോക്ക്, ഇത് ഞാൻ എടുത്തോളാം. സൂക്ഷിച്ച് പിടിക്കടാ. ഇത് എടുക്കാൻ പെട്ട പാട്, ഇതെങ്ങനെ കയറ്റി ഇടിക്കില്? അവനെ ഇങ്ങോട്ട് ഇരുത്തടാ. അവിടെ വെക്കടാ. എടാ സൂക്ഷിച്ച് മോനെ. സാരില്ലേ ചുമ, ഒരുപാട് എടുത്ത് ഓടിയിട്ടുള്ളതല്ലേ ഇവനെ. എടാ സൂക്ഷിച്ച്. ഓ, നീ എന്നെ ഓവർടേക്ക് ചെയ്തല്ലേ? ഓവർടേക്ക് ചെയ്തെന്നോ? എന്താ മഹി നീ പറയുന്നത്? ആ വണ്ടിയിൽ എല്ലാവർക്കും കൂടെ കയറാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോകുന്നതാ. ഇവിടെ വന്നപ്പോ മുറിയൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാന്ന് വെച്ചു. ഇന്ദു, കൂടുതൽ നമ്പർ ഒന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ. ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മഹിതേ, ഞാൻ സത്യം പറഞ്ഞ്, സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിലും ഇതിലൊക്കെ എന്തിരിക്കുന്നു? മുറിയൊന്ന് വൃത്തിയാക്കി ഇടുന്നതിലാണോ സ്നേഹം ഇരിക്കുന്നത്? അതിപ്പോ ഇവിടെ ജാനകിയും ചെയ്യുന്നതല്ലേ. ഇന്നിപ്പോ അവരിവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരല്ലേ ഇത് ചെയ്യൂ. ഇന്ദു, ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുവാ. കാർത്തുവിന്റെ ജീവിതം ദേ എന്റെ നാവിൻ തുമ്പിലായിരിക്കുന്നെ. എന്റെ ഒറ്റ വാക്ക് മതി വിജയേട്ടൻ അവളെ തെരുവിലേക്ക് എറിയാൻ. ഇനി ഇതുപോലെ വല്ലതും ആവർത്തിച്ച നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം. സോറി മഹിത.
ഇതൊക്കെ ചെയ്തേ. ഇതകത്തോണ്ട് വെക്ക്. ഏതായാലും മഹിക്ക് പണി കുറഞ്ഞല്ലോ. മോനെ കിടക്കല്ലേ? അത് ചേച്ചി. വിഷ്ണു വാ പിടിക്കടാ. എന്റെ ഈശ്വരാ, ശ്വാസം ഒന്നും ഇപ്പഴാ നേരെ വീണത്. ഹോസ്പിറ്റലിലെ ബഹളമൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. മോനെ നിനക്ക് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും വായിച്ചു ഒക്കെ ഇരിക്കാം. അയ്യോ എന്റെ പൊന്നി ചേച്ചിയമ്മേ, ഇവന് പുസ്തകങ്ങൾ മാത്രം കൊടുത്തേക്കല്ലേ. അറിയാലോ, വായന തുടങ്ങിയാ പിന്നെ തീറ്റ ഉറക്കം ഒന്നും ഉണ്ടാവില്ല. അതിനിവിടെ പുസ്തകം ഉണ്ടായിട്ട് വേണ്ടേ? എന്റെ പുസ്തകങ്ങളൊക്കെ എന്തേ? ചെറിയൊരു അത്യാവശ്യം വന്നപ്പോ ഞാൻ അതൊക്കെ ആക്രിക്കടക്കാർക്ക് കൊടുത്തു. വെറുതെ ഇരുന്ന് ചേതലായിരിക്കണ്ടെന്ന് കരുതി. എടാ ഞാനൊന്ന് ഇവിടുന്ന് എഴുന്നേക്കട്ടെ, കാണിച്ചു തരാട്ടാ. ചേച്ചിയമ്മേ, ഞാൻ പോയി ചായ ഇടാം. ആ മോളെ ഞാനും വരുന്നു. ഒന്ന് മേല് കഴുകണം. ശരി മോളെ മെഡിസിൻ ഒക്കെ ഇവിടെ അവിടെ ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ശരി ശരിയടാ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട് ദേവേട്ടാ? ഒരു കുഴപ്പമില്ല. മരുന്നൊക്കെ ഞാൻ സമയത്തിന് തന്നോളാട്ടോ. അയ്യോ വേണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം. ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിരുന്നാ മതി. പുസ്തകം എന്തെങ്കിലും വേണോ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അതൊന്നും തൽക്കാലം വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ആ ദേ മഹിതനെ ചേച്ചമ്മ വിളിക്കുന്നു. നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി ഞാൻ ഒരു നമ്പർ ഇട്ടതല്ലേ. ചേച്ചിമ്മ കുളിക്കാൻ കയറി, നിങ്ങൾ മിണ്ടിയും പറഞ്ഞിരി. മിണ്ടാനും പറയാനും ഒന്നും എനിക്ക് സമയമില്ല. ഒന്ന് ഉറങ്ങണം. എടാ വിഷ്ണു, പോകുമ്പോ വാതിലൊന്ന് ചാരിയേക്ക്. ആരും ഇങ്ങോട്ട് കടത്തി വിടരുത്. എനിക്കിത്തിരി സ്വസ്ഥത വേണം. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഹലോ, ചായക്ക് മധുരം എങ്ങനെ? പാകമാണോ? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? മധുരം ഉണ്ടോന്ന്. അല്ല, എന്തുദ്ദേശം നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചായയുടെ മധുരം അറിയാം. അയ്യോ അതിനല്ല കേട്ടോ. ഏതിനായാലും കൊള്ളാം. ഇന്ന് വൈകുന്നേരത്തോടെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോണം. ദേവേട്ടന് നോക്കാൻ മഹിത മതി. ഇനി മുതൽ അങ്ങോട്ട് എന്തു വേണ്ട. ഉത്തരവ്. അടിയനങ്ങ് പോയേക്കാവേ. അതിനു മുന്നേ ഒരു മംഗളകർമ്മത്തിന് ക്ഷണിച്ചേക്കാന്ന് കരുതി. മനസ്സിലായില്ല. അതൊക്കെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാ മഹിത തമ്പ്രാട്ടിക്ക് നന്നായിട്ട് മനസ്സിലാവും. നാളെ എന്റെ അനിയത്തി കാത്തൂന്റെ വിവാഹമാണ്. വരൻ മാളിയക്കൽ വിക്രമന്റെ മകൻ വിജയനുണ്ണി. വിവാഹം 10:30-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. വിവാഹം കഴിഞ്ഞ് ചെറിയൊരു സദ്യയുണ്ട്. രോഗി പരിചരണമൊക്കെ കഴിഞ്ഞ മാഡത്തിന് സമയം കിട്ടിയ അമ്പലത്തിലോട്ട് വരണം. അത് നീ മാത്രം തീരുമാനിച്ച നടക്കുന്ന കാര്യമാണോ? എങ്കിൽ നടത്തി കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. മഹിതേ, ഒന്നും നമ്മളാരും അല്ലല്ലോ തീരുമാനിക്കുന്നേ. ദേ മുകളിലൊരാളുണ്ട്. പേരു പറഞ്ഞാൽ നീ അറിയണമെന്നില്ല, എന്നാലും ഞാൻ പറയാം. ഈശ്വരൻ. അദ്ദേഹമാണ് സർവ്വതും തീരുമാനിക്കുന്നത്. അങ്ങനൊരു തീരുമാനം പെട്ടെന്നങ്ങ് നടന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കില്ല. നടക്കുമെന്നത് നിന്റെ ദിവാസ്വപ്നം എന്തോ. വിജയേട്ടനൊരൊറ്റ ഫോൺ കോള് മതി നിന്റെ സ്വപ്നം തകരാൻ. എങ്കി വിളിക്കടി, എന്തിനാ താമസിക്കുന്ന? ഒന്നല്ല 1000 കോള് നീ വിളിച്ചാലും വിജയനുണ്ണി എടുക്കില്ല. എടി മഹിതേ,
നീയല്ല വിക്രമൻ ആർമി മുഴുവൻ വിചാരിച്ചാലും ഇനി ഈ വിവാഹം തടയാൻ കഴിയില്ല. നിന്റെ ഈ വില കുറഞ്ഞ ഭീഷണികൾക്ക് മുന്നിൽ എന്റെ മുട്ട് കൂട്ടിയിടിച്ചെന്ന് നിനക്ക് തോന്നുന്നതാ. ഞാനേ കണിമംഗലം രാമനാഥ മേനോന്റെ മകളാ. നീ മാളിയേക്കൽ ഊർമിളയുടെ. അത് രണ്ടും തമ്മിലേ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് മോളെ മഹിതേ. അപ്പൊ മുഹൂർത്തം മറക്കണ്ട, രാവിലെ 10:30. ബൈ. ആ ചായ തണുത്ത് കാണും, ഒറ്റ വലിക്കങ്ങ് കുടിച്ചോ. നെഞ്ചരിച്ചില്ലെങ്കിലും ഒന്ന് മാറട്ടെ. മോളെ, ഇവിടെ ഇരിക്കുമേ. ഞാനിതൊക്കെ വെറുതെ ഒന്ന് നോക്കുമായിരുന്നു. ഉണ്ണിയേട്ടന്റെ സെലക്ഷൻ നന്നായിട്ടില്ലേ? ഈ ഡിസൈൻ ഇല്ലേ, എനിക്ക് വല്ലാതെ ഇഷ്ടായി. എങ്ങനെയുണ്ട് അമ്മീ വള? നല്ലതാ. എന്റെ മോൾക്ക് അതൊക്കെ നന്നായി ഇണങ്ങുകയും ചെയ്യും. മോളോട് ചിലതൊക്കെ അമ്മയ്ക്ക് പറയണമെന്നുണ്ട്. എന്താ അമ്മേ, പറ. പറയാനുള്ളത് വേറൊന്നുമല്ല, നാളെ മുതലുള്ള നിന്റെ ജീവിതത്തെക്കുറിച്ചാ. ജീവിതത്തെക്കുറിച്ച് എന്ത് പറയാനമ്മേ? ഇതുവരെ പോയതുപോലൊക്കെ തന്നെ ഇനി അങ്ങോട്ടും. അത് നിനക്ക് തോന്നുന്നതാ മോളെ. വിവാഹത്തിന് മുൻപുള്ള ജീവിതമായിരിക്കില്ല എല്ലാ സ്ത്രീകളും വിവാഹശേഷം നയിക്കുന്നത്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവരവരുടെ അമ്മമാരാ. എന്നാ ശരി, എന്തൊക്കെ ഫോർമാലിറ്റീസാ ഞാൻ കീപ്പ് ചെയ്യണ്ടേന്ന് പറഞ്ഞു തന്നാലും. ഫോർമാലിറ്റികളൊന്നും അല്ല അത് മോളെ. നാളെ മുതൽ നീ മറ്റൊരു വീടിന്റെ മകളാണ്. ഇനിയുള്ള കാലം മുഴുവൻ നീ ജീവിച്ചു തീർക്കേണ്ടതും അവിടെയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞ നീ പോകുന്നത് മാളിയേക്കലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോ അമ്മയുടെ മനസ്സ് നിറയെ പേടിയാ. അറിയാലോ, അവരാ നമ്മുടെ ജീവിതം തകർത്തത്. ഒരുപക്ഷെ ഇതുവരെ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ ഏറെ അനുഭവിക്കാൻ കാണും അവിടെ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ പേടിക്കാതെ. ഞാൻ പോകുന്നത് ഉണ്ണിയേട്ടന്റെ പെണ്ണായിട്ടല്ലേ, അല്ലാതെ വിക്രമന്റെ മരുമോളായിട്ടല്ലല്ലോ. എന്നെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ണിയേട്ടനുണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കാർത്തു, വിശ്വസിക്കുന്നതെല്ലാം സത്യമാവണമെന്നില്ല. ദേ, ഈ പൊന്ന് തന്നെ നീ കണ്ടില്ലേ? വെളിച്ചത്തിൽ എന്ത് തിളക്കുവാ. വെട്ടമടിച്ചാ ഇങ്ങനെ പലതും തിളങ്ങും. പക്ഷെ മിന്നുന്നതെല്ലാം പൊന്നാവണമെന്നില്ല. ഇതൊക്കെ പഴമക്കാർ ഒന്നും കാണാതെ പറയുന്നതല്ല. അമ്മേ. അതെ മോളെ, നീ വളരെ സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാൻ. നിന്റെ വയറ്റിൽ മറ്റൊരു ജീവൻ കൂടിയുണ്ടെന്ന് മറന്നു പോകരുത്. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കുള്ള ഏക ആശ്വാസം രേവതിയാ. രേവതിക്ക് മുഷിവ് തോന്നുന്ന എന്റെ മോള് ചെയ്യരുത്. മനസ്സിലും പ്രവൃത്തിയിലും നന്മയുള്ളവളാ അവള്. ഇല്ലമ്മേ, ഞാനതൊക്കെ സൂക്ഷിച്ചോളാം. എനിക്കും ഇന്ദുവിനും അവിടെ വന്ന് നിന്നെ കാണാനാവില്ല. പക്ഷെ എന്നും ഞങ്ങളുടെ പ്രാർത്ഥന മോക്കുണ്ടാവും. അമ്മേ, അരുതാത്ത ഒരുപാട് തെറ്റുകള് ഞാൻ അമ്മയോട് ചെയ്തിട്ടുണ്ട്. അമ്മയോട് മാത്രമല്ല, തിലകമാമയോടും ചേച്ചിയോടും മരിച്ചുപോയ നമ്മുടെ അച്ഛനോടും ഞാൻ തെറ്റ് ചെയ്തു. വാക്കുകൾ കൊണ്ട് പലവട്ടം ഞാൻ അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ് തരണം. അമ്മ എന്നെ ശപിക്കരുത്.
എനിക്കിങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഉണ്ണിയേട്ടൻ അന്ന് നമ്മളെ സഹായിച്ചപ്പോ അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയമ്മേ. എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാ. ഇല്ല മോളെ, എന്റെ ശാപം നിനക്കുണ്ടാവില്ല. എന്റെയെന്നല്ല, ആരുടെയും. ഇനി എന്റെ മോള് കിടന്നുറങ്ങ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ. മോളെ ഇന്ദു. ആ ചേച്ചമ്മ. എന്താ ഇവിടെ വന്ന് തനിച്ചു നിൽക്കുന്നേ? വെറുതെ നിന്നതാ. ഇങ്ങനെ നിൽക്കുമ്പോ മനസ്സിലെ ഭാരം കുറയുന്നതായിട്ട് തോന്നും. അത് നേരാ. ചിലപ്പോ ഒറ്റയാവുന്നതാ നമ്മൾ പെണ്ണുങ്ങൾക്ക് നല്ലത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം എല്ലാം മറന്നു നിൽക്കാൻ കൊതിക്കാത്ത ഏത് സ്ത്രീയുണ്ട് ഈ ലോകത്ത്? നമ്മുടെ സ്ത്രീകളെ പോലെ ഏകാന്തതയെ സ്നേഹിക്കുന്നവർ വളരെ കുറവാ. ചേട്ടച്ചൻ വന്നു? വന്നു. എനിക്ക് മനസ്സിലായി മോള് വിഷയം മാറ്റിയതാണെന്ന്. എന്നാലും ഒന്ന് ചോദിക്ക, മോള് കരുതുന്നത് പോലെയല്ലേ എല്ലാം സംഭവിക്കുന്നേ? അതെ ചേച്ചമ്മ. എന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് ഒന്നും നടക്കുന്നില്ല. അത് തന്നെ വലിയ ഈശ്വരാനുഗ്രഹ. മോളെ, നേരും നെറിയുള്ളവർ ഒരിക്കലും തോറ്റുപോവില്ല. അത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാ. വിക്രമനോ വിജയനോ ഊർമിളയോ ആര് വേണമെങ്കിലും കളിക്കട്ടെ, എന്ത് തറവേല വേണമെങ്കിലും കാണിച്ചോട്ടെ, അതിലൊന്നും നീ തോക്കില്ല. അത് ചേച്ചിയമ്മയ്ക്ക് ഉറപ്പാ. എന്റെ അച്ഛനും ഇത് തന്നെ പറയാറ്. എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആരുടെ ഭാഗത്താണോ സത്യം അവിടെ ജയിക്കുമെന്ന്. ഞാനൊന്ന് ഈ നിമിഷം വരെ ഒരാളെ പറ്റി പോലും മോശം വിചാരിച്ചിട്ടില്ല ചേച്ചമ്മ. എന്നിട്ട് ഈ പരീക്ഷണങ്ങൾ മുഴുവൻ. ഈശ്വരൻ അങ്ങനെയാണ് മോളെ. അവൻ ഇഷ്ടമുള്ളവരായിട്ട് ഇങ്ങനെ പരീക്ഷിക്കും. പക്ഷെ തളരാതെ നിൽക്കുന്നവനെ ഒടുക്കം കരകയറ്റുകയും ചെയ്യും. എന്റെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? അതെനിക്കറിയാലോ ചേച്ചമ്മ. അതല്ലേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്നെ പിടിച്ചു നിർത്തുന്നേ. നിന്നെ സൈറയെ എല്ലാം ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. പിന്നുള്ളത് വിഷ്ണു അല്ലേ? അവനെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്ന എനിക്ക് ഉറപ്പാ. എന്തോ എനിക്കിനി അങ്ങോട്ട് അധികം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. ചേച്ചമ്മ എന്തായി പറയുന്നത്? വെറുതെ ഞങ്ങളിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി. ചേച്ചിയമ്മയല്ലേ ഞങ്ങൾക്കെല്ലാം. ചേച്ചിയമ്മ തമാശ പറഞ്ഞതല്ലേ. എന്റെ മോളെ വിഷമിക്കണ്ട കേട്ടോ. ദേവേട്ടാ, വിശുബന്ധാവൊന്നും ഇല്ലേ? ഇല്ല. അത് പറഞ്ഞ പറ്റില്ല കേട്ടോ. മരുന്നും ഗുളികയൊക്കെ ഉള്ളതല്ലേ. ദേ, നല്ല ചൂട് കഞ്ഞിയുണ്ട്. അല്ല, ചേച്ചിയമ്മയൊന്നും ഇവിടെ ഇല്ലേ? അതെന്താ ദേവേട്ടാ, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നത് പിടിച്ചില്ലേ? ഇവിടെ ആരെയും കാണാത്തോണ്ടാ ഞാൻ ഭക്ഷണം എടുത്തത്. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മഹിതേ, വെറുതെ ചോദിച്ചതാ. എനിക്കറിയാം ദേവേട്ട, നിങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്നെ വെറുപ്പാണെന്ന്. ദേവേട്ടൻ പഠിപ്പും ചിന്തയൊക്കെ ഉള്ള ആളല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരാള് തെറ്റ് ചെയ്താ
ജീവിതകാലം മുഴുവൻ അയാൾ തെറ്റുകാരനായി തുടരണമെന്നാണോ? അയാൾക്ക് തെറ്റു തിരുത്താനും നന്നാവാനുള്ള അവകാശമില്ലേ? എന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതാ. എന്നാര് പറഞ്ഞു മഹിതേ? തെറ്റുതിരുത്തല് വലിയ കാര്യം തന്നെയാ. അതെല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പിന്നെന്താ നിങ്ങളാരും ഇപ്പോഴെന്നെ വിശ്വസിക്കാൻ മടിക്കുന്ന? മഹിതേ, എനിക്ക് അധികം സംസാരിക്കാൻ വയ്യ. ഒന്ന് ചാരിയിരിക്കാൻ സഹായിച്ച ആ കഞ്ഞി ഞാൻ കുടിക്കായിരുന്നു. അതെങ്ങും മടിയിലേക്ക് വെച്ച് തന്നാ മതി, ഞാൻ കോരി കുടിച്ചോളാം. അത് വേണ്ട. എങ്ങാനും മറിഞ്ഞു വീണ ഇരട്ടി പണിയോ ഞാൻ കോരിത്തരാം. അയ്യോ, മോക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇങ്ങതാ ഞാൻ കൊടുക്കാം. എന്ത് ബുദ്ധിമുട്ട് ചേച്ചമ്മേ? ഞാൻ ഇന്ദുവിനെ കുറെ നോക്കി ദേവേട്ടന് ഭക്ഷണം കൊടുക്കാൻ പറയാൻ. കാണാതായപ്പോ ഞാൻ തന്നെ എടുത്തു. സമയത്ത് മെഡിസിൻസ് കഴിക്കാനുള്ളതല്ലേ. അതെന്തായാലും നന്നായി. ഇനി ഇങ്ങതാ ചേച്ചിയമ്മ കൊടുക്കാം. മോള് പോയി കഴിക്കേ. മോനെ. ദേവേട്ടാ, ഞാനേ ഈ ടാബ്ലറ്റ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ, കഴിച്ചോണേ. അതോടെ കഴിപ്പിച്ചിട്ടേ ഞാൻ പോവൂ. മോള് ചെല്ലേ. ചേച്ചിയമ്മേ, വെള്ളം. ഈ ഏട്ടനിത് ഏത് പാതാളത്തെ ചെന്ന് കിടക്കാണാവോ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാ കിട്ടില്ല. മഹിതേടത്തി, ഇവനെന്നെ ആക്കിയതാണോ അതോ? മഹിതേടത്തി, എന്തു പറ്റി? ഉറക്കം വരുന്നില്ലേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? മോക്കൊക്കെ വല്ലാതെ? ഏയ് ഇല്ലല്ലോ വിഷ്ണു. തൊട്ടു മുമ്പ് വിഷ്ണു എന്നെ എന്താ വിളിച്ചത്? മഹിതേടത്തിന്ന്. എന്താ അങ്ങനെ വിളിച്ചൂടെ? വിളിച്ചൂടെന്നോ? എന്താ വിഷ്ണു പറയുന്നേ? നീ ഇന്ദുവിനെ സാരേച്ചിയെ ഏട്ടത്തിന്ന് വിളിക്കുമ്പോ ഞാനും കൊതിച്ചിട്ടുണ്ട് മഹിതേടത്തിന്നുള്ള വിളി. താങ്ക്സ് വിഷ്ണു. താങ്ക്സ് ഒന്നും വേണ്ട, ചെലവ് ചെയ്യണം. അതിനെന്താ, ചെയ്യാലോ. എന്നാ ചെയ്യ്. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഏടത്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യും. അയ്യോ, മടിയണി വേണ്ട. പക്ഷേ എനിക്കൊരു മടിയുമില്ല. ഫോണിങ് ഓക്കെ, ഡൺ. ദാ ഫോൺ. ഇനിയിപ്പോ എനിക്ക് പൈസക്ക് അത്യാവശ്യം വന്നാ ഞാൻ ഇതുപോലെ വന്ന് ഏടത്തീന്ന് നീട്ടി വിളിച്ചാ പോരെ? വിഷ്ണു എന്നെ പരിഹസിക്കാണല്ലേ? ഏയ്, പരിഹാസമല്ല ഏടത്തി, പുച്ഛ എനിക്ക് നിന്നോട്. വിഷ്ണു കേറി വാ മോളെ. നിന്റെ യഥാർത്ഥ ഗുണവും മുഖവും ഇങ്ങനെ പുറത്തു വരുന്ന കാണാൻ നല്ല രസ. നാളെ നിനക്ക് ഇവിടെ ഇങ്ങനെ അധികപ്പറ്റായി കിടക്കാൻ. നീ ഇവിടെ എത്ര നാൾ കിടന്നാലും കിടന്ന് സമാധി ആയാലും ദേവേട്ടനെ നിനക്ക് കിട്ടില്ല. നീ എന്റെ ഇന്ദുവേടത്തിയുടെ മുന്നിൽ വില കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. നീ മുഖം തിരിക്കണ്ട. നിന്റെ മുഖത്തിന് മുന്നിലുള്ള മുഖംമൂടി ഞാൻ വലിച്ചു കീറും. അത് വേണ്ടെങ്കിൽ പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിടാൻ നോക്ക്. മോനെ വിഷ്ണു, പെട്ടിയും കിടക്ക എടുക്കണോ
ഈ വീട്ടിലേക്ക് നിലവിളക്കെടുത്ത് വലതുകാല് വെച്ച് കയറണമെന്നോ ഞാൻ തീരുമാനിച്ചോളാം. നീയെന്നല്ല, ആര് വിചാരിച്ചാലും ദേവനെ ഈ മഹിത നേടിയിരിക്കും. അതിനുവേണ്ടി ഏത് ലെവല് വരെ ഈ മഹിത പോയിരിക്കും. അതെനിക്കറിയാം. വലിയ മാളികയിൽ എല്ലാരും താറ ലെവലിൽ കളികളായി നടക്കുന്നവരാണ്. പക്ഷെ കളിക്ക് ഇറങ്ങുമ്പോ കണ്ണു തുറന്നു നോക്കണം എതിരെയുള്ള പോരാളി ആരാണെന്ന്. ഇല്ലെങ്കിൽ ചിലപ്പോ തട്ടിപ്പോ. കാണാടാ ആരാ തട്ടിപ്പോന്നെന്ന്. മഹിതയുടെ നിന്നേ. അതെ, ഇനി ഉറക്കം കളഞ്ഞ് വിജയനുണ്ണി ഫോൺ ചെയ്യണമെന്നില്ല. നാളെ കല്യാണം കൂടെ ഉള്ളതല്ലേ ഉണ്ണിയേട്ടന്റെ പെങ്ങളുട്ടിക്ക്. പോടാ, കല്യാണമല്ല അവളുടെ കണ്ണീരായിരിക്കും നീ കാണുക. അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. ഇനി ഇന്ദു എടുത്ത് അല്ല കരയാൻ പോകുന്നത്, നീയാ. നീ അവളെ ചെകെടുത്തിട്ടൊരു അടി കൊടുക്കണമായിരുന്നു. ആ, ഇനിയുണ്ടല്ലോ സമയം. പ്രാർത്ഥിച്ചു. നീ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ഇനി അമ്മയുടെ അനുഗ്രഹം വേണം. മോളെ, എല്ലാം നന്നായി വരും. ഈശ്വരനുണ്ട് നമുക്ക്. വാ, ഇറങ്ങാൻ നേരമായി. The person you are calling is currently busy. Please call again later. കട്ട് ചെയ്തു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടന്റെ പദ്ധതി. അങ്ങനെ എന്നെ മണ്ടിയാക്കിയിട്ട് ഇന്ദുവിന്റെ അനിയത്തിയും കെട്ടി സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. The number you are calling is not reachable. Please call again later. മാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മഹി, മോളെ. ആ ചേച്ചിയമ്മേ, നീ ഇതുവരെ റെഡിയായില്ലേ? എല്ലാരും നിന്നെ നോക്കി നിക്കാ. ദാ വരണോ ചേച്ചിയമ്മേ? ഒരു 10 മിനിറ്റേ. ഇനിയും 10 മിനിറ്റോ? ആ, ശരി ശരി, ഒന്ന് വേഗം ആവട്ടെ. ആ, ഇപ്പൊ വരാൻ ചേച്ചിയമ്മേ.
ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? സർ, ആരാണെന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു രഹസ്യ ഇൻഫോർമേഷൻ തരാനാ ഞാനിപ്പോ വിളിച്ചത്. ഇൻഫർമേഷനോ? എന്ത് ഇൻഫർമേഷൻ? അതെ സർ, ഒളിവിൽ കഴിയുന്ന ഒരു പിടികിട്ട പുള്ളിയുണ്ട്. അയാളെ കുറിച്ച് എനിക്കിപ്പോ പറയാനുള്ളത്. പേടിച്ചിട്ടാ ഞാനിപ്പോ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത്. ആ ശരി, നിങ്ങൾ ആരെങ്കിലും ആവട്ടെ, പറയാനുള്ള വിവരം പറയൂ. KPL കമ്പനി കത്തിച്ച കേസിലെ 1-ാം പ്രതി മാളിയേക്കൽ വിജയനുണ്ണി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓഹോ, അവനെ ഞങ്ങൾ നോക്കി നടക്കുക. കഴിഞ്ഞ ദിവസം കൂടി മുകളിൽ നിന്ന് അവന്റെ പേരിൽ ചീത്ത കേട്ടതാ. വേഗം പറ, അവൻ എവിടെയുണ്ട്? സർ, ഇന്ന് 10:30 അയാളുടെ വിവാഹ.